മഹിമയെ തൊട്ടാ ഉറപ്പായിട്ടും കിരീട്ടം ചോദിക്കാൻ വരും. പിന്നെ ഉണ്ടാവാൻ പോകുന്ന പുകിലിനെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഗിരി എന്തായാലും അച്ഛനെ എതിർക്കാനുള്ള സാധ്യത കുറവാ. നിനക്കൊരു ചുക്കും അറിയില്ല. മഹിമ സ്വർണം വിറ്റ കാശുകൊണ്ട് എന്ത് ചെയ്തു എന്നാ പറഞ്ഞ? അഗതി മന്ദിരത്തിന് കൊടുത്തു. അത് കേട്ടപ്പോ എനിക്കും തോന്നി അവൾ എത്ര വലിയ മണ്ടിയാണെന്ന്. ഇത്രയും കാശ് കിട്ടി ആരെങ്കിലും ദാനം ചെയ്യൂ? പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി അവള് നല്ല ബുദ്ധിയുള്ള കുട്ടിയാണെന്ന്. മഹിമയ്ക്കും മുകുന്ദനും വീട് വാങ്ങാൻ ഗിരിയേട്ടൻ കുറച്ച് കാശ് കടം കൊടുത്തിരുന്നു. മഹിമയും മുകുന്ദനും ഇന്നലെ ആ കാശ് മുഴുവൻ തിരിച്ചടച്ചു. മോളോട് ഇതാരാ പറഞ്ഞേ? അമ്മ. കുറച്ചു നേരത്തെ വിളിച്ചപ്പോഴാ വിവരങ്ങളെല്ലാം അമ്മ പറഞ്ഞത്. അവരോട് വീടിന്റെ സ്ഥലത്തിന്റെ മീതെ ലോൺ എടുത്തിട്ടാ കാശ് ഒപ്പിച്ചെന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എനിക്കറിയാലോ എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട മുതലാ അവർക്ക് കിട്ടിയിരിക്കുന്നെന്ന്. അപ്പോ മഹിമ പറഞ്ഞു നടക്കുന്ന പോലെ നന്മമരൊന്നുമല്ല. സ്വന്തം ആവശ്യത്തിനായിട്ടാ അവിടെ ആ മാല അടിച്ചു മാറ്റിയത്. അത് അടിച്ചു മാറ്റിയതാണെന്ന് മാത്രം പറയരുത്. നിങ്ങൾ എല്ലാരും കൂടി അവളുടെ കയ്യിൽ വച്ചു കൊടുത്തതുപോലെ ആയിപ്പോയി. നിങ്ങളുടെ ഈ മണ്ടം പ്ലാൻ കാരണം എന്റെ മാല പോയത് മാത്രം മിച്ചം. നിന്റെ മാലയോ? അത് എന്റെ അമ്മയുടെ മാലയാ. അത് ശരിക്കും എനിക്ക് അവകാശപ്പെട്ടതാ. പക്ഷെ അച്ഛനത് തന്നത് നിനക്കല്ലല്ലോ, എനിക്കല്ലേ. അപ്പൊ അത് എന്റേതായി. മതി, ഒന്ന് നിർത്ത്. എന്താ മോളെ കാണിക്കുന്നേ? ഈ അവസ്ഥയിലാണ് തല്ലുകൂടാൻ പോകുന്നത്. സോറി അച്ഛാ. നിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഇവര് തമ്മിലുള്ള അടി കണ്ട് രസിക്കാന്നോ? കുറഞ്ഞത് ഇവരെ ഒന്ന് പിടിച്ചു മാറ്റാൻ ശ്രമിച്ചൂടെ? നീ സ്വപ്നം കൊണ്ട് റൂമിലേക്ക് പോ. വല്ലാത്തൊരു കഷ്ടമായത്. മനുഷ്യന്റെ സ്വസ്ഥതയും പോയി. ഗിരി ഭാവിയിൽ നമുക്ക് വലിയ തലവേദനയാകുമെന്ന് അച്ഛന് മനസ്സിലായില്ലേ? നമ്മുടെ കൂടെ നിന്ന് തന്നെ നമുക്കെതിരെ അവൻ ഇത്രയും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു തുറന്ന യുദ്ധം തുടങ്ങിയ അവൻ എന്തൊക്കെ ചെയ്യുമെന്ന് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലുള്ള ശല്യങ്ങളെ ഇതിനു മുമ്പ് അച്ഛൻ എങ്ങനെയാ കൈകാര്യം ചെയ്തിട്ടുള്ളേ? അവരെ അങ്ങ് ഒഴിവാക്കുമല്ലേ? ഗിരിയെയും തീർക്കണം. അവനെ തീർക്കുന്നതേ അത്ര എളുപ്പമൊന്നുമല്ല. ഇതിനു മുമ്പ് കുറെ പേര് ശ്രമിച്ചിട്ടുള്ള. ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ലെന്ന് കരുതി നമ്മളൊന്നും ചെയ്യാതിരുന്നിട്ട് കാര്യമുണ്ടോ? അവനെ കൊണ്ടുള്ള അപകടം കൂടിക്കൊണ്ടിരിക്കുക. നിനക്ക് അവനെ കൊല്ലാനുള്ള ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ശ്രമിച്ചു നോക്കിക്കോ. പക്ഷേ ഒരിക്കലും നേരിട്ടിറങ്ങരുത്. അവനെങ്ങാനും രക്ഷപ്പെട്ട നിന്റെ കഥ അവിടെ വെച്ച് തീരും. അച്ഛനൊന്നുകൊണ്ടും പേടിക്കണ്ട. ഗിരിയെ ഞാൻ തീർത്തോളാം. ഈശ്വര, അവൾ എത്ര വലിയ അപകടത്തിലേക്കാ പോകുന്നെന്ന് അവൾ അറിയുന്നില്ല. എന്റെ മോളെ കാത്തോളണേ. പ്രീതി, പ്രീതി, എടി പ്രീതി. നീ എന്തായി ചെയ്യുന്നേ? അത് തന്നെ എനിക്ക് ചോദിക്കാനുള്ളേ. നീ എന്താണ് ഗിരിയുടെ വീട്ടിൽ ചെയ്യുന്നതെന്ന്? ഞാൻ ആരുടെ വീട്ടിൽ താമസിച്ച നിനക്കെന്താ? നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിച്ചെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? അങ്ങനെ നീ പറയുന്ന അനുസരിച്ചല്ല ബന്ധങ്ങൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതും. നമ്മൾ തമ്മിൽ നിയമപരമായി ഇതുവരെ വേർപിരിഞ്ഞിട്ടില്ല. അതിനു മുമ്പ് നീ മറ്റൊരു പുരുഷന്റെ കൂടെ താമസിക്കുന്നത് അതിന് എന്തിന്റെ പേരിലാണെങ്കിലും തെറ്റാണ്. അതൊക്കെ എന്റെ വ്യക്തിപരമായ തീരുമാനമാണ്. എന്റെ കാര്യങ്ങളിലൊന്നും നീ ഇടപെടാൻ നിൽക്കണ്ട. നിന്റെ മാത്രം കാര്യമായിരുന്നെങ്കിലേ ഞാൻ ഇടപെടില്ലായിരുന്നു. ഇതെന്റെ കുഞ്ഞിന്റെ കൂടി കാര്യമായതുകൊണ്ടാ എനിക്ക് നിന്നെ കാണേണ്ടി വന്നത്. നോക്ക്, നിന്റെ കുഞ്ഞിനെ കുറിച്ച് നിനക്ക് അത്രയും താല്പര്യം ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ കാശ് സംഘടിപ്പിക്കാൻ നോക്ക്. സ്വന്തം കുഞ്ഞിനെ വെച്ച് ഇങ്ങനെ വിലപേശാൻ നിനക്ക് നാണമില്ലേ? നാണോ ഇല്ല. എന്താ പോരെ?
അടുത്ത് വാചകം അടിക്കാതെ ഇറങ്ങി പോടാ. എടീ, ഏയ് എന്താ ഇവിടെ ഒരു ബഹളം? മര്യാദക്ക് ഇവിടുന്ന് പോവാൻ നോക്ക്. ഇവിടുന്ന് ബഹളം ഉണ്ടാക്കിയാ നിനക്ക് നല്ല തല്ല് കിട്ടും. എനിക്ക് ഒരുത്തിനും പേടിക്കേണ്ട കാര്യമില്ല. വീട്ടിൽ കയറി വന്ന് ബഹളം വെക്കുന്നോടാ. ഇറങ്ങടാ പുറത്ത്. നിങ്ങളൊരു മാന്യമായ സ്ത്രീയാണെന്നാ ഞാൻ വിചാരിച്ചത്. കല്യാണം കഴിഞ്ഞ നിങ്ങളുടെ മകന്റെ കൂടെ ഇങ്ങനെ ഒരു പെണ്ണിനെ വീട്ടിൽ താമസിപ്പിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഇവളെ ഞങ്ങൾ വിളിച്ചു കയറ്റിയതൊന്നും അല്ല. നിന്റെ ശല്യം സഹിക്കാൻ വയ്യെന്ന് പറഞ്ഞ് ഇവള് വലിഞ്ഞു കയറി വന്നതാ. ദേ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഈ പടിക്ക് പുറത്ത് വെച്ച് തീർത്തോണം. ഈ വീട്ടിൽ കയറി വന്ന് ഗുണ്ടായുസം കാണിക്കാനൊന്നും നീ കരുതണ്ട. എന്റെ ഭാര്യയും കുഞ്ഞും ഈ വീട്ടിൽ കഴിയുമ്പോ ഞാൻ വേറെ എവിടെ ചെന്ന് സംസാരിക്കാനാ? നിങ്ങൾക്ക് ഇത്ര പ്രശ്നമാണെങ്കിൽ ഇവളെ ഈ വീട്ടിൽ തന്നെ ഇറക്കി വിട്. ബാക്കി ഞാൻ നോക്കിക്കോളാം. ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നിന്റെ ഉപദേശത്തിന്റെ ഒന്നും ആവശ്യമില്ല. എന്റെ കുഞ്ഞിന്റെ കാര്യത്തില് ഒരു തീരുമാനം ഉണ്ടാക്കാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. എന്താടാ നിനക്ക് എന്റെ വീട്ടിലെ കാര്യം? ഇവനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? എവിടെ പോയാലും എനിക്ക് മനസ്സമാധാനം തരില്ല എന്നുള്ള വാശിയാ ഇയാൾക്ക്. എടാ, നിന്നെ ഇനി കാണാൻ പോലും ആഗ്രഹിക്കുന്നില്ലെന്ന് ഇവള് മലയാളത്തിൽ പറഞ്ഞല്ലേ? എന്നിട്ടും എന്തിനാടാ നീ ഇവളുടെ പുറകെ ഇങ്ങനെ നാണമില്ലാതെ നടക്കുന്നത്? നാണത്തെ പറ്റി സംസാരിക്കാൻ നിനക്ക് എന്ത് അവകാശമുള്ളേ? ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോ മറ്റൊരുത്തെ വീട്ടിൽ കയറി താമസിപ്പിച്ചവനല്ലേ നീ? ഏയ്, ഗിരി, ഗിരി, വിട്, വിട്. എന്റെ കുടുംബം തകർത്തിട്ട് നീ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കരുതണ്ട. എടാ, എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുന്നു. ഗിരി, വിട്. വെറുതെ ഇവിടെ ഒന്ന് തല്ലുകൊള്ളാൻ നിൽക്കാതെ പോകാൻ നോക്കടാ. ഗിരി, ഇവളുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം. ആളുകൾ വീട്ടിൽ കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന അവസ്ഥയായി. അതിന് പ്രീതിക്ക് എന്ത് ചെയ്യാൻ പറ്റും അമ്മേ? എനിക്കതൊന്നും അറിയണ്ട. ഇവൾ ഈ വീട്ടിൽ കഴിയുമ്പോ നമുക്കുണ്ടാവുന്ന നാണക്കേട് എത്രത്തോളം ഉണ്ടെന്ന് നിനക്ക് മനസ്സിലാവാത്തത് കൊണ്ടാ നീ ഇങ്ങനെ സംസാരിക്കുന്നത്. ഇത് നിന്നെ മാത്രമല്ല, നിന്റെ ഭാര്യയും കുഞ്ഞിനെയും ഒക്കെ ബാധിക്കുന്നുണ്ട്.